ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾ പോത്തിന്റെ കാലി നല്ലതുപോലെ ഒന്ന് വരട്ടി കഴിച്ചിട്ടുണ്ടോ? എന്നാൽ പിന്നെ നമുക്കിന്ന് പോത്തിൻ കാല് മേടിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചൊക്കെ എടുത്ത് നല്ല സൂപ്പറായിട്ട് കുറച്ച് ബ്രെഡൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പമോ എങ്ങനെയും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഒന്ന് കഴിച്ചു നോക്കിയാലോ? നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെ തന്നെ ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കൂ. സംഭവം വളരെ അടിപൊളി സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ അതേ പോത്തുകടയിൽ പോയിട്ട് പോത്തിന്റെ കാലാണ് മേടിച്ചിട്ട് വന്നിരിക്കുന്നത്. സംഭവം എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട ചേരുവകളാണ് ഇരിക്കുന്നത്. അപ്പോൾ അതേ വെളുത്തുള്ളി ഉണ്ട്, തക്കാളി ഉണ്ട്, ഉരുളക്കിഴങ്ങ് ഉണ്ട്, സവാള ഉണ്ട്, ഗരം മസാലപ്പൊടി ഉണ്ട്, കുരുമുളക് പൊടി ഉണ്ട്, ചുവന്നുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, പിന്നെ പച്ചമുളകുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുറച്ചെടുത്തിട്ട് ചതച്ചെടുക്കാം. അങ്ങനെ അതിനെ നമുക്ക് ചതച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് വെക്കാം. പിന്നെ ഈ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോഴേക്കും ഗ്രേവി ഇത്തിരി തിക്കായിട്ട് കിട്ടും. അപ്പോൾ അതേ പോത്തിൻ കാലി എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം വലിയ വലിയ പീസുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഇരിക്കുന്നത്. ഇനി നമുക്ക് അതിനെ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ വെള്ളം ഒഴിക്കണം കേട്ടോ, അത് മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ വെളുത്തുള്ളിയും അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില തണ്ട് കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ തണ്ടില്ലെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി, നോ പ്രോബ്ലം അല്ലേ? അതിനുശേഷം കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ, അതായത് മുഴുവത്തോടുകൂടി അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ ഈ പോത്തിൻ കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കാലാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ. അപ്പോൾ അത് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണത്. അപ്പോൾ അതിങ്ങനെ വേകാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കൊരു മൺചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള, കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ഒരൽപ്പം മഞ്ഞപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരേണ്ട കാര്യമുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വലിയ മസാലക്കൂട്ടുകളൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ടുള്ള മസാലകൾ മാത്രം മതി. പിന്നീട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ മറ്റേത് വേവിക്കാൻ വെക്കുമ്പോഴത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള അത്രയും ഉപ്പുകൾ, നമ്മളുടെ കൃത്യമായ അളവിനുള്ള ഉപ്പുകൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇതെല്ലാം കൂടി അങ്ങോട്ട് വീണ്ടും അതിലേക്ക് അങ്ങോട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും. അപ്പോൾ ഇതെല്ലാം വീണ്ടും ഉള്ള പ്രോസസ്സിങ് ആണ് കേട്ടോ. 2 തവണയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം 2 ലിറ്ററുണ്ട്. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന പോത്തിൻ കാലി ഇത് നല്ല സെറ്റായിട്ട് വെന്ത് ചാറൊക്കെ നല്ല കുറുകി നല്ല വറ്റി അതിൻ്റെ ഉള്ളിലുള്ള നെയ്യൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിനടുത്ത് നമ്മളുടെ ചട്ടിയിലേക്ക് മാറ്റിയാൽ മാത്രം മതി. അപ്പോൾ 2 പരിപാടി ഇവിടെ നടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ചട്ടിയിൽ ഇരിക്കുന്ന സാധനത്തിൻ്റെ അടിയിലേക്ക് ഇത്തിരി കരിഞ്ഞ് ചെറിയ പരിപാടി കിടക്കുന്നുണ്ട്. അതിങ്ങനെയാണ്. ഒരുമിച്ച് വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് കുളമാകും, ഇവിടെ ഒന്ന് കരിയും, അല്ലെങ്കിൽ അവിടെ പോകും. പക്ഷേ ഈ കരിയിലൊക്കെ ഇറച്ചിക്കറിക്ക് ആവശ്യമാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇങ്ങനെ കുരുമുളക് പൊടിയൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മളുടെ ഗരം മസാലപ്പൊടി അവനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടി സംഭവം സെറ്റായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് മറിച്ചങ്ങോട്ട് എടുക്കും. ഇത് അധിക സമയമൊന്നും വെക്കരുത്. ഫ്ലെയിമൊക്കെ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഈ പരിപാടിയൊക്കെ ചെയ്യാനായിട്ട്. പിന്നീട് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. കാരണം നമുക്കിനി ഇത് കുറേ സമയം കൂടി വേവാനുണ്ടത്. ഏകദേശം ഒരു 1/4 മണിക്കൂറും കൂടി ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാനുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പോത്തിൻ കാലാണ്, സമയം എടുക്കും, 2 മണിക്കൂറെങ്കിലും എടുക്കും ഇത് റെഡിയാക്കി കിട്ടാനായിട്ട്. അപ്പോൾ അത്രയ്ക്ക് സമയമൊക്കെ റിസ്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കുക്കറിൽ ഇട്ടത് കൊണ്ട് മാത്രമാണ് ഇത്രയും നേരത്തെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ 6 മണിക്കൂറൊക്കെയാണ് ഇത് വേവിക്കേണ്ടത്. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ കോരി ഇടാം. ശരിക്കും ഞാനിങ്ങനെ അല്ലട്ടോ ഇടുന്നത്. ഞാൻ നേരെ കുക്കർ എടുത്തിട്ട് കമത്തുകയാണ് എൻ്റെ സാധാരണ പരിപാടി. ഇതിപ്പോൾ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവനെ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് പതിയെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇഷ്ടം പോലെ ചാറുകൾ ഇങ്ങനെയുണ്ട്. ചാറുകൾ മാത്രമല്ല, അതിൻ്റെ ഉള്ളിലുള്ള നെയ്യൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി പയ്യെ ഒന്നുകൂടി ഒന്ന് വേവാനുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലിൻ്റെയൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഇത് നല്ലതുപോലെ വെന്താൽ മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ള ഈ മജ്ജ എന്നല്ലേ എല്ലായിടത്തും പറയുന്നത്, ഈ സംഭവം നമുക്ക് കിട്ടുള്ളൂ. അത് പ്ലേറ്റൊക്കെ ഒന്ന് തല്ലി പൊളിക്കരുത് കേട്ടോ. അങ്ങനെ പയ്യെ കൊട്ടിയെടുക്കണം. ക്ഷമ വേണം ഇത് കഴിക്കാനായിട്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വീണ്ടും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കാരണം കറിവേപ്പില എത്ര ചേർത്ത് കൊടുക്കുമ്പോഴും അത് അത്രത്തോളം വളരെ നല്ലതാണത്. എന്നിട്ട്
ഈ സംഭവം ഒന്ന് മൂടി വെക്കാൻ നിൽക്കരുത് കേട്ടോ. ഈ സാധനം ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. അല്ലെങ്കിൽ മൺചട്ടിയാണ് കയറി അടുക്കി കയറി അങ്ങോട്ട് പിടിക്കും, പിന്നെ കരിഞ്ഞു പോയി കുളമായി അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ഒന്ന് നിൽക്കാൻ നിൽക്കരുത്. അപ്പം ഇങ്ങനെ ശ്രദ്ധയോടുകൂടി തന്നെ അടുത്ത് തന്നെ നിന്നിട്ട് ക്ഷമയോടെ കാത്തിരുന്ന് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മളുടെ സംഭവങ്ങൾ തിളച്ചിങ്ങനെ മറിഞ്ഞിങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ. അപ്പം ഏകദേശം വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണാൻ കണ്ട അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചുരുങ്ങി വന്നിട്ടുണ്ട്. ചുരുങ്ങി വരണോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സെറ്റായിട്ടുള്ള ഒരു വേവ്. ഇപ്പം കൃത്യമായിട്ട് കണ്ടാവും നമ്മുടെ പോത്തിൻകാലി നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇവനെ ഓഫ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. അപ്പം നമ്മുടെ പോത്തിൻകാലി ഇതാ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ചാറൊക്കെ ഒന്ന് കോരി നോക്കാം എങ്ങനെയുണ്ടെന്ന്, എല്ലാം ആയോ സെറ്റായോ എന്നൊക്കെയുള്ളത്. അപ്പോൾ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റ് എടുത്ത് നമുക്കൊന്ന് വിളമ്പി ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ അതേ ഫൈനലായിട്ട് നമ്മളുടെ സംഭവം ഇങ്ങനെയായിരിക്കുന്നത്. ഇതാണ് പോത്തിൻകാല്. ഇനി കുറച്ച് ബ്രെഡും കുറച്ച് പോത്തിൻകാലിനും, കുറച്ച് പോത്തിൻകാലല്ല, ഒരു 1-2 കഷ്ണം മതിയാവും. പിന്നെ ആവശ്യത്തിന് ചാറും ഒക്കെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ബ്രെഡ് ഒന്ന് കഴിച്ചു നോക്കാം. അതിനുശേഷം വേറൊരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ പരിപാടി ആദ്യം കഴിയട്ടെ. ചാറൊക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഈ ചാറിലങ്ങോട്ട് ബ്രെഡ് അങ്ങോട്ട് മുക്കി കഴിക്കുമ്പോഴല്ലോ എന്താ ടേസ്റ്റ് എന്നറിയോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇറച്ചിക്കറി മാറി നിൽക്കും, അത്രയ്ക്ക് രുചിയാണത്. ചോറിൻ്റെ ഒപ്പം കഴിക്കാനാണെന്നുണ്ടെങ്കിൽ സൂപ്പർ തന്നെ, അല്ലെങ്കിൽ അപ്പമോ എല്ലാമോ. ഇതിപ്പോൾ കുറച്ചെടുത്തിട്ട് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതാണത്, അതായത് ചാറെല്ലാം വറ്റിച്ചിട്ട്. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് സംഭവം എടുത്തിട്ട് ചട്ടിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം ആ തീയിലിട്ടിട്ട് ചാറെല്ലാം വറ്റിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇതേപോലെ അങ്ങോട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെങ്ങനെ കഴിക്കണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഇതാണ് നമ്മുടെ പോത്തിൻകാൽ റെസിപ്പി. അപ്പോൾ എല്ലാവരും എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ഇതേപോലെ ഈ സാധനം ഒന്ന് മേടിച്ചൊന്ന് കഴിച്ചു നോക്കൂ. ഈ രുചി നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ മറക്കില്ല. സ്നേഹത്തോടെ ഹലോ.